നവരാത്രിയെ പ്രമാണിച്ച് ഒക്ടോബർ 1, 2 തീയതികൾ കൂടാതെ സെപ്റ്റംബർ 30 അവധി പ്രഖ്യാപിച്ച് സർക്കാർ. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ച് ബാങ്കുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാ മാറ്റമെന്ന് പറയുന്നത്. എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു, എന്തൊരു വിപ്ലവമായിരുന്നു. കംപ്ലീറ്റ് ഭക്തി മാർഗത്തിലേക്ക് വന്നു. 80 വയസ്സൊക്കെ കഴിഞ്ഞ പിന്നെ ഭക്തി ഈ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ മോസ്കുകളിലോ ഒക്കെ ചടഞ്ഞിരിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവജ. ഗീതയിലെ വാക്യം അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പകർത്തുകയാണ്. എന്തായാലും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് വന്നല്ലോ. എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ ദാസ. ഏതായാലും ജീവനക്കാർക്ക് കോളടിച്ചു. അവധി ഫ്രീ ആയിട്ട് കിട്ടുന്നു, ഫ്രീ ആയ ശമ്പളവും. ഇങ്ങനെ അവധി കൊടുത്ത് എല്ലാ ആഴ്ചയിലും ഒരു 3-4 ദിവസം അവധി കൊടുക്കേ. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും കൂടെ അവധി പ്രഖ്യാപിച്ചായിരുന്നെങ്കിൽ അടുത്ത ആഴ്ച ഒറ്റ ദിവസവും ഓഫീസുകളിലും സ്കൂളിലും ഒന്നും ആർക്കും പോകേണ്ടായിരുന്നു. വിലക്കിഴിവ് മെയ് മാസം വരെയുള്ളെന്നാണ് കേൾക്കുന്നത്. ഏതായാലും സ്വാമിയേ ശരണം ശരണം പൊന്നയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ. സ്വാമിയേ ശരണം ശരണമെൻ്റയ്യപ്പ, വോട്ടു തരണം തരണമെൻ്റയ്യപ്പ.